യേശുവിൽ ഏറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഒരു നല്ല ദിവസം ആശംസിക്കുക. പ്രഭാതത്തിൽ ഉണരുമ്പോൾ തന്നെ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം തന്നെ പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്ത വചനഭാഗം മറ്റു മക്കളുമായി പങ്കുവയ്ക്കുമ്പോൾ തീർച്ചയായിട്ടും കർത്താവ് നിന്നെ അനുഗ്രഹിക്കും. ഇന്നത്തെ വാഗ്ദത്ത വചനം എന്ന് പറയുന്നത് സഹനം. കുരിശിൽ കിടക്കുന്ന തമ്പുരാൻ അവൻ്റെ തല താത്തി നമുക്ക് തരുന്ന ചുടുചുംബനമാണ് സഹനം. അവൻ തരുന്ന രക്ഷാകര പദ്ധതിയിലേക്ക് നമ്മെ പങ്കാളിലാക്കി ചേർത്ത് വയ്ക്കുവാൻ നമ്മെ നയിക്കുന്ന ഒന്നാണ് സഹനം. അല്ലെങ്കിൽ സഹനം എന്ന് പറയുന്നത് അവൻ്റെ രക്ഷയിലേക്ക് നമ്മെ ചേർത്ത് വയ്ക്കുമ്പോൾ നാം കടന്നു പോകുന്ന ഒന്നാണ്. ഹെബ്രായ ലേഖനം 12-ാം അധ്യായം 7-ാം വാക്യത്തിൽ ഇത് കർത്താവ് വെളിപ്പെടുത്തി തരുന്നുണ്ട്. ശിക്ഷണത്തിനു വേണ്ടിയാണ് നിങ്ങൾ സഹിക്കേണ്ടത്. മറക്കരുത്, നാം സഹിക്കുന്നത് ദൈവം തരുന്ന സ്നേഹബുദ്ധിയാലെ ശിക്ഷണമാണെന്ന് കർത്താവ് പറയുന്നു. മക്കളെന്ന പോലെ ദൈവം നിങ്ങളുടെ പെരുമാറുന്നു. അവ ശിക്ഷിക്കുന്നത് പിതാവ് മക്കളോടെന്ന പോലെ പെരുമാറുന്നു കൊണ്ടാണ്. പിതാവിൻ്റെ ശിക്ഷണം ലഭിക്കാത്ത ഏത് മകനാണ് ഉള്ളത്? കണ്ട, പിതാവിൻ്റെ ശിക്ഷണം ലഭിക്കാത്ത ആരാ ഉള്ളത്? അപ്പോൾ സ്നേഹിക്കപ്പെടണമെങ്കിൽ ശിക്ഷണം അനിവാര്യമാണ്. പ്രിയമുള്ളവരെ, ശിക്ഷ കരുതലിൻ്റെ അടയാളമാണ്, നമ്മെ രൂപപ്പെടുത്തുന്ന ഒന്നാണ്, നമ്മുടെ സ്വഭാവത്തെ മെനയുന്നതാണ്, വിശ്വാസത്തിൽ ആഴപ്പെടുന്നതാണ്. എങ്കിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ, നമ്മുടെ ജീവിതത്തിൽ തമ്പുരാൻ അവൻ്റെ മനോഭാവത്തിലൂടെ അവൻ രൂപപ്പെടുത്താൻ ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കാം. ഇത് നിങ്ങൾ സമർപ്പിച്ച നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും അൾത്താരയിലേക്ക് അച്ഛൻ സമർപ്പിക്കുന്നു. കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ. മറക്കരുത്, പിതാവും പുത്രനെ സ്നേഹിക്കുന്ന പോലെ യേശു ക്രിസ്തു നമ്മെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് കർത്താവ് നമ്മെ സഹനം തന്ന് അനുഗ്രഹിക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശ്വര ആശീർവാദം തരാം. നമ്മുടെ കർത്താവായ ശമിശാകരവയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ.